എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മീൻ പൊരിച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ്. മീൻ പൊരിച്ചതിൻ്റെ റെസിപ്പി എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ നമ്മൾ ഇന്ന് മീൻ പൊരിക്കുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ വളർത്തിയ മീൻ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലൊരു ടാങ്ക് തൊടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് സിലോപ്പിയ മീനുകളുണ്ടായിരുന്നു. ഞങ്ങൾ സിലോപ്പിയ എന്നാണ് പറയുന്നത്, തിലോപ്പി എന്നൊക്കെ പറയും ഓരോ സ്ഥലത്തും. അപ്പോൾ ഈ ഒരു മീൻ പിടിച്ചിട്ടാണ് നമ്മളിന്ന് പൊരിക്കുന്നത്. അപ്പോൾ ഇതിലൊരുപാട് മീനുണ്ട്. അപ്പോൾ അത് പിടിച്ചെടുത്തിട്ടാണ് നമ്മൾ പൊരിക്കുന്നത്. ഈ ഒരു മീൻ നമുക്ക് പൊരിക്കാനും അതുപോലെ തന്നെ കറി വെക്കാനും പറ്റും. അതുപോലെ തന്നെ ഫിഷ് മോളിയൊക്കെ തയ്യാറാക്കാനും എടുക്കാറുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇതുപോലെ വരഞ്ഞു വെച്ചിട്ടുള്ളതാണ്. ഇനി ഈ ഒരു മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് ചതച്ചത്. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി നിങ്ങൾ ചേർക്കുമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ ചേർക്കണ്ട. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ടീസ്പൂണാണ്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടി, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കായം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കായവും പെരിഞ്ചീരകവും ചേർക്കുമ്പോൾ നമ്മുടെ ഫിഷ് ഫ്രൈക്ക് നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇതിനു മുൻപ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ അതുകൂടെ നോക്കണം. ഫിഷ് ഫ്രൈഡേ ആണ്. അപ്പോൾ നമ്മളിതിലേക്കൊരു അരമുറി നാരങ്ങ കൂടി അരിയില്ലാതെ അതിൻ്റെ നീര് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഒരു അരപ്പ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ആവശ്യമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് എടുക്കാം. ഇനി ഈ ഒരു മീൻ ഇതിലേക്ക് മസാലയിൽ നന്നായിട്ട് പുരട്ടിയിട്ട് മിനിമം 1 മണിക്കൂറെങ്കിലും ഒന്ന് മാറ്റി വെക്കുകയാണെങ്കിൽ അതിലേക്ക് നന്നായിട്ട് മസാലയൊക്കെ പിടിക്കും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കാം. അപ്പോൾ നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എണ്ണയിലിട്ട് മുക്കി പൊരിച്ചെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് എണ്ണയിൽ ശാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിൽ കുറച്ച് എണ്ണയിൽ ആണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ നമുക്ക് മീൻ ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്ത് മാറ്റാം. നിങ്ങൾക്ക് ഇത്ര മസാല വേണ്ടാന്നുണ്ടെങ്കിൽ സാധാരണ പോലെ നിങ്ങൾ മീൻ പൊരിക്കുന്ന പോലെ ചെയ്യാം. പക്ഷേ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ ഒന്നുകൂടെ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എണ്ണ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡാക്കിയിട്ട് ഇത് 2 സൈഡ് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് പൊരിക്കാം. അപ്പോൾ ഒരു സൈഡായി വന്നു കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ക്രിസ്പി ആയിട്ടും എടുക്കാം, അല്ലാതെ എടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു മീൻ പൊള്ളിക്കാനും നല്ലതാണ്. ഇപ്പോൾ നമ്മുടെ സിലോപ്പിയ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ വളരെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ ആണ് ഇന്ന് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ ഒരു ഫിഷ് ഫ്രൈ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഏത് മീനിൽ വേണമെങ്കിലും ഈ ഒരു മസാല വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. പുതിയ റെസിപ്പി വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.